ഫസ്റ്റ് ഇയറിൻ്റെ മോഡൽ എക്സാംസ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചു എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയാലോ, കുറേ ദിവസമായില്ലേ ഇങ്ങനെ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം പ്രിയദർശിനി മുന്നിൽ കണ്ടിട്ട് ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. ബട്ട് ആസ് യൂഷ്വൽ വി ആർ ലേറ്റ്. കാരണം 6:55 ബസ്സിന് ഞങ്ങൾ 7 മണിക്കാണ് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ സാധാ ഒരു നിലമ്പൂർ ബസ് കയറി നിലമ്പൂർക്ക് പോയി. സത്യം പറയാമല്ലോ, ഞങ്ങൾക്ക് കയറിയ സമയത്ത് ഒരു ഐഡിയ ഇല്ല ഞങ്ങൾ എവിടെ പോകും, എവിടെ നിലമ്പൂർ തേക്ക് മ്യൂസിയം മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. ഞങ്ങൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകണം, നിലമ്പൂർ തേക്ക് മ്യൂസിയം. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിലമ്പൂർ സ്റ്റാൻഡിൽ ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് അയാൾ പറഞ്ഞു, ഇങ്ങനെ ഒരു പാലസ് ഉണ്ട്, നിങ്ങൾ നിലമ്പൂർ പാലസ് അവിടെ നിന്ന് ചെന്ന് നോക്കും. അപ്പോൾ ഞങ്ങളാണ് ആദ്യം എത്തുന്നത്. ഞങ്ങൾ എത്തുമ്പോഴാണ് അവിടെ ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ചെയ്യുന്നത്. ആ സമയത്ത് പോവാം. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളിവിടെ നിന്ന മക്കളെ, ഞാൻ പോയി തുറന്നിട്ട് വരാമെന്നുള്ള രീതിയിൽ, നിങ്ങൾ വയ്യ വരൂലേ എന്ന് ചോദിച്ചു. ഞങ്ങൾ ഓക്കെ പറഞ്ഞു. അപ്പോൾ ആണ് നിങ്ങൾ പറഞ്ഞത്, മക്കളെ നിങ്ങൾ ചുറ്റി വളഞ്ഞ് പോകണ്ട, ഇങ്ങനെ ഒരു കുന്നുപോലെ കയറാനാണ് ഉള്ളത്, നിങ്ങളിത് നേരെ അങ്ങ് കയറിയാൽ നേരെ അവിടെ എത്തും, അല്ലെങ്കിൽ നിങ്ങൾ കുറേ നടന്നു പോകേണ്ടി വരും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഒരു കുന്നിങ്ങനെ കയറി പോയിക്കൊണ്ടിരുന്ന് മീൻസ് രാവിലെ തന്നെ നല്ല ഒരു ഈ എക്സ്പീരിയൻസ് ആണല്ലോ, ട്രക്കിംഗ് മൂഡ് എക്സ്പീരിയൻസ്. രാവിലെ തന്നെ എല്ലാവരും ഫുൾ എനർജി. കാരണം ഞങ്ങൾ അത്രയും മീൻസ് നമ്മൾ പഠിച്ച് ആ ഒരു സ്ട്രെസ് നിന്നിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പം അങ്ങനെ വന്നപ്പം ഫുൾ എനർജിയിലായിരുന്നു എല്ലാവരും ഉള്ളത്. നമ്മൾ കോളേജിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കായിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു സമാധാനം കിട്ടിയൊരു ഫീൽ ഉണ്ടാവില്ല. അങ്ങനെയായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഞങ്ങളിങ്ങനെ ആ ഒരു ഉന്തവും മല ഇങ്ങനെ കയറി പോകും. അബദ്ധത്തിൽ ഞാൻ ബംഗ്ലാവിന് പകരം ബ്ലംഗ്ലാവ്. അതിനുശേഷം ഒരാളും അതെ അതെ, എന്നെ കുറെ നേരമായല്ലോ എന്നെ ഞാൻ അറിയാതെ പറഞ്ഞു ബ്ലംഗ്ലാവ്, അറിയാതെ പറഞ്ഞു. നമ്മൾ അപ്പം തുടങ്ങിയതാണ് ബ്ലംഗ്ലാവ് പറഞ്ഞിട്ട്. ഒന്നും പറയാനില്ല, അത്ര തന്നെ. ഞങ്ങൾ എന്നിട്ട് ഇങ്ങനെ ട്രക്ക് ചെയ്യുന്ന പോലെ എല്ലാവരും ഒരേ എനർജിയിൽ ഏറ്റവും അവസാനം നമ്മുടെ ഫിദനെ ബംഗ്ലാവിലേക്ക് എടുത്തു. ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിയ സമയത്ത് അവിടുത്തെ ആള് പെട്ടെന്ന് ഭൂമിനെ നോക്കി പ്രിയങ്ക ഗാന്ധി അവളെ അവസ്ഥ ഫോട്ടോഷൂട്ടും അതും. ഞങ്ങൾ സ്കൈവേയിൽ കയറാൻ പോയി. സ്കൈവേ പറഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചത് അല്ല ആകാശത്തോടുള്ള തൂക്കപ്പാലോ അങ്ങനെ വല്ലതും ഹൈ പ്രതീക്ഷയുള്ള പോയി. ബട്ട് എല്ലാവരും ഞങ്ങൾ ഭൂമിയിലൂടെ സ്കൈവേ നടന്നൊരു ഫീല് പറഞ്ഞു. അങ്ങനെ ഇതിപ്പോ കുറച്ച് എസ്തെറ്റിക് ഒക്കെ ആവാൻ നോക്കി. പിന്നെ ക്യാമറമാനാണ്, കുട്ടാപ്പിയുടെ എഡിറ്റർ ആണ് പോകുന്നത്. പിന്നെ നമ്മൾ റീലിനുള്ള സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. ഫിദന്റെ ബംഗ്ലാവിൽ നിന്ന് നമ്മൾ പോവാണ് ഗൈസ്. ബൈ ബൈ. കണ്ടില്ലേ, അവസാനം എന്നെ വെറുതെ വിട്ടില്ല അവര്, പിന്നെ വെറുതെ വിടാതെയാണ് വിട്ടത്. അതിന് ഞങ്ങൾ ആ മല തന്നെ ഇറങ്ങാന്നുള്ള രീതിയിലാണ് പോയത്. പക്ഷെ ഇറങ്ങുമ്പോഴായിരുന്നു കൂടുതൽ ഫണ്ണായത്. എല്ലാവരും ആ സമയത്ത് നേച്ചുറൽ ഫോട്ടോ വേണ്ട, ഒരു നേച്ചറിന്റെ കുട്ടിയാണ് ആയിരിക്കുന്നത്. നേച്ചറിന്റെ ഫോട്ടോ ആണ് കുട്ടിക്ക് വേണ്ടത്, നേച്ചറിന്റെ ഫോട്ടോ. പതിയപ്പോ രാമ, ഈ ദേശത്തെ വഴി അറിയില്ലടാ. മലൻ്റെ സ്ലോപ്പ് നമുക്ക് കയറുന്ന സമയത്ത് നമുക്ക് അത്ര മനസ്സിലാവില്ല, പക്ഷേ ഇറങ്ങുമ്പം ശരിക്കും ആ ഒരു സ്ലോപ്പ് നമുക്ക് മനസ്സിലായി വീഴാനുള്ള. അതുകൊണ്ട് എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ചൊക്കെ ഇറങ്ങി. കാരണം ഞങ്ങളെ ക്ലാസ് എപ്പോഴും ഒരു ഓർത്തോ പേഷ്യൻസിൻ്റെ ക്ലാസ്സാണ്. എന്ത് പറ്റിയാലും ഫസ്റ്റ് കാലിനാണ് പറ്റാം. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചൊക്കെ ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ വിട്ട് നിലമ്പൂർ മ്യൂസിയം. പിന്നെ ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറി ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കണ്ടണ്ട് നടക്കുമ്പോൾ ഞങ്ങളുടെ ഭൂമി റെഡിക്കുള്ള ഭൂമിനെ മീറ്റ് ചെയ്തു. സത്യം പറയുകയാണെങ്കിൽ ഇന്ന് ഇങ്ങനെ ഞങ്ങൾ വിചാരിച്ചില്ല. ഇന്ന് എന്താ പറയുക, എല്ലാവരും നമ്മളെ കൂടെ നിന്ന പോലെ. ഞങ്ങൾ കയറിയ ബസ്സിലെ കണ്ടക്ടർ ആണെങ്കിലും ഞങ്ങൾ നിലമ്പൂർ സ്റ്റോപ്പിൽ ഇറങ്ങി. അപ്പോൾ അയാൾ വന്ന് ഞങ്ങളെ വിളിച്ച് കയറ്റി. അതുപോലെ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയ ഹോട്ടലിലെ ആളായാലും എല്ലാവരും ഒരേ ഇതിലായിരുന്നു. ഞങ്ങൾ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തു. പിന്നെ ഞങ്ങൾ കണ്ട ചെസ്സ് കളിക്കുന്ന തവള. ഈ തവളയ്ക്ക് വംശനാശം സംഭവിച്ചു വന്ന ആ ഒരു സമയത്ത് പ്രതികരിച്ചെന്നാണ് അവിടെ എഴുതി വെച്ചത്. ബട്ടർഫ്ലൈ ഗാർഡൻ, അതുപോലെ തന്നെ നമ്മുടെ ഫേൺസ്, നമ്മൾ +2 പഠിക്കുന്ന ഫേൺസ് ഇല്ലേ, ബയോളജി പഠിച്ച് കേട്ട അറിവുള്ള ഫേൺസ് ഉള്ളൂ. ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡൻസിലൊക്കെ പോയ പോലെ ബയോളജിസ്റ്റിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലം ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അവിടെ പോയി ഈ ഓരോരോ വ്യത്യസ്ത നമ്മൾ പഠിച്ചിട്ടുള്ളൂ, അതിന് ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും റീൽസ് എടുത്തു. ഈ ഒരു ട്രിപ്പിൽ നമ്മളെല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളെ ലൈഫിൽ ഇങ്ങനത്തെ മൊമെൻറ്റ്സ് ഒക്കെ വളരെ പ്രഷ്യസാണ്. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കിട്ടണ ഈ ഒരു മൊമെൻറ്റ്സ് നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യണം.
ഇന്ന് ഇങ്ങനെ ഒരു മെമ്മറീസ് ഉണ്ടാവുന്നോ, ഞാൻ ഇതുപോലെ എൻ്റെ ചാനൽ ഫസ്റ്റ് ഒരു യൂട്യൂബ് വീഡിയോ ഇടുന്നോ ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഇനിയും വീഡിയോ ആയിട്ട് വരാൻ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഓക്കെ, ശരി, ബൈ.